നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ മുതലാക്കാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സിൽ മറിഞ്ഞു കിടക്കുന്ന ചില കിടിലൻ ത്രില്ലർ പടങ്ങൾ പറഞ്ഞാലോ? അതും ചിലതൊക്കെ ആണെങ്കിൽ മാസ്റ്റർ പീസും, ബാക്കിയുള്ളവ ഡീസന്റ് ത്രില്ലറുകളും. പിന്നെ ഓർക്കുക, ഇതിലെ പല ക്ലാസിക് പടങ്ങളും കുറച്ച് നാളത്തേക്കൊക്കെ മാത്രമേ നെറ്റ്ഫ്ലിക്സിൽ കാണുകയുള്ളൂ. അവരുടെ കോൺട്രാക്ട് അത്രയുമൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ, അതായത് ഈ ടൈമിൽ വേണമെങ്കിൽ കണ്ടു തീർത്തോണം. So let us start, Maggie. Let us start, Maggie. 911 കോൾ ഓപ്പറേറ്ററായ ജോർദാൻ ടേണറിന് ഒരു ടീനേജ് പെൺകുട്ടിയിൽ നിന്നും ഒരു കോൾ ലഭിക്കുന്നു. അവളെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതും പെൺകുട്ടിയാണെങ്കിൽ കാറിന്റെ ഡിക്കിയിലുമാണ്. ത്രില്ലിങ്ങും അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗും ആയിട്ടുള്ള ഒരു ഡീസന്റ് ഇംഗ്ലീഷ് ത്രില്ലർ പടമാണ്. ചിത്രം 2013 ഇറങ്ങിയ ബ്രാഡ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത് ഹാലെ ബെറി നായികയായിട്ട് വന്ന ദ കോൾ. ഇതേ പേരിൽ തന്നെ മറ്റു പല ഭാഷകളിൽ നിന്നുമായിട്ട് വേറെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്. മാറിപ്പോയില്ല കേട്ടോ. 1 മണിക്കൂർ 34 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബിംഗ് ഉണ്ട്, തമിഴില്ല. 18+ ആണ്. ഒരു ചെറിയ പട്ടണത്തിൽ നടക്കുന്ന ബാങ്ക് കൊള്ളയുടെ പിന്നിലെ രഹസ്യം അന്വേഷിക്കുന്ന അവിടുത്തെ ഷെറിഫിന്റെ കഥ. ചിത്രം 2017 ഒറൈൻ ഒസീൽ രചനയും സംവിധാനവും നിർവഹിച്ച് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഷിമ്മർ ലേക്ക്. സിനിമ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ മുമ്പിൽ നിന്നും പിറകോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഥയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ അവസാനത്തേതിൽ നിന്നും ആദ്യത്തേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ഫാർഗോ സിനിമയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് ഒരു ട്രീറ്റ്മെന്റ് ആണ്. ബോറടിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുമാണ്. 1 മണിക്കൂർ 26 മിനിറ്റ് ഇതിന് ലെങ്ത് ഉള്ളൂ. 18+ ആണ്. ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, നേതൻ കെയ്ൻ എന്ന ഒരു ബാങ്ക് മാനേജറുടെ കഥയാണ്. പുള്ളിക്ക് ഒരു മെഡിക്കൽ ഡിസോർഡർ ഉണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് സൂപ്പർ പവർ ആണ് പുള്ളിക്കുള്ളതെന്ന് പറയാം. വേദന ഒട്ടും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണത്. പുള്ളി ചെന്ന് അകപ്പെടുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2025 ഇറങ്ങിയ ഡാർക്ക് കോമഡി ആക്ഷൻ ത്രില്ലർ നോവക്കെയിൻ. ഗംഭീരമായിട്ടൊന്നുമല്ല കേട്ടോ, ഒരു ഫൺ ടു വാച്ച് മൂവിയാണ്. കോമഡി എന്ന് കേട്ടിട്ട് കൊച്ചുപിള്ളേരെ ഒന്നും കൊണ്ട് കാണിക്കരുത്. ഇത് ആ ഒരു ടൈപ്പ് കോമഡി അല്ല. നിറയെ R-rated വിഷ്വൽസ് ഉണ്ട്. ബ്രൂട്ടൽ ആണ്. സോ പടം 18+ ആണെന്ന് പറയാം. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇതും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഹിന്ദി ഡബിംഗ് ഉണ്ട്, തമിഴില്ല. തന്റെ ബോയ് ഫ്രണ്ടുമായി പിരിഞ്ഞ മിഷേൽ ഒരു കാർ അപകടത്തിൽ പെടുന്നു. ബോധം തെളിയുമ്പോൾ അവൾ ഒരു ബങ്കറിൽ ചങ്ങലയിൽ കെട്ടപ്പെട്ട നിലയിലാണ്. 3 ക്യാരക്ടേഴ്സും ഒരേ ഒരു ലൊക്കേഷനും വെച്ചിട്ട് ഒരു കിടിലം പടം. മിക്കവരും കണ്ടിട്ടുണ്ടാവും. ചിത്രം 2016 ഡാൻ ട്രാക്ടൻബർഗ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ സൈഫൈ ത്രില്ലർ 10 ക്ലോവർഫീൽഡ് ലെയിൻ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്രതീക്ഷിതമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണിത്. കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് റൺ ടൈം. UA 16+ ആണ്. ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 മജീഷ്യന്മാർ തമ്മിലുള്ള മത്സരത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കഥയാണ് അടുത്തത്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമാറ്റിക് മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രം 2006 ഇറങ്ങിയ ദ പ്രസ്റ്റീജ്. ഹ്യൂ ജാക്മാനും ക്രിസ്ത്യൻ ബെയിലുമാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. ശക്തമായ തിരക്കഥയും നോളന്റെ സംവിധാനവുമാണ് പടത്തിന്റെ പോസിറ്റീവ്. 2 ഓസ്കാർ നോമിനേഷനുകൾ ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. ഇതും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. UA 16+ ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ലഹരി മാഫിയയുടെ പണം അവിചാരിതമായിട്ട് ലഭിക്കുന്ന ഒരു സാധാരണക്കാരൻ ഈ പണം വീണ്ടെടുക്കാനായിട്ട് ക്രൂരനായ ഒരു വാടക കൊലയാളിയും എത്തുന്നു. ഏറ്റവും മികച്ച ചിത്രത്തിനും സംവിധായകനും തിരക്കഥയ്ക്കും ഉൾപ്പെടെ 2007 4 ഓസ്കാറുകൾ ലഭിച്ച ചിത്രമാണ്. ചിത്രം ജോയൽ ആൻഡ് ഏതൻ കോയൻ ചേർന്ന് സംവിധാനം നിർവഹിച്ച നോ കൺട്രി ഫോർ ഓൾഡ് മെൻ. മികച്ച ഛായാഗ്രഹണം, മനോഹരമായിട്ടുള്ള ലൊക്കേഷനുകൾ, അതിഗംഭീര പ്രകടനമൊക്കെയുള്ള പടത്തിന് പശ്ചാത്തല സംഗീതം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഗംഭീര പടമാണ്. കാണാത്തവർ കുറവായിരിക്കും. കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യാൻ വേണ്ട. ഈ ക്ലാസിക്കും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്, തമിഴില്ല. ഇനി നമ്പർ 1 മൂവി. തന്റെ വിക്ടിംസിനെ കൊന്നതിന് ശേഷം കടങ്കഥകളിലൂടെ പോലീസിന് വിവരങ്ങൾ നൽകുന്ന ഒരു കൊടൂര സൈക്കോ. 1960കളിലും 70കളിലും അമേരിക്കയെ നടുക്കിയ ഒരു യഥാർത്ഥ സീരിയൽ കില്ലറിന്റെ കഥയാണിത്. ചിത്രം 2007 ഡേവിഡ് ഫിഞ്ചർ ഒരുക്കിയ ക്ലാസിക് ത്രില്ലർ മാസ്റ്റർ പീസ് സോഡിയാക്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രൈം ത്രില്ലർ പടങ്ങളിൽ ഒന്നാണ്. ഒരുപാട് ലിസ്റ്റുകളിൽ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 15 താളത്തിൽ പോകുന്ന സിനിമയ്ക്ക് ദൈർഘ്യം അല്പം കൂടുതലുമാണ്. എങ്കിലും വളരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന പടമാണ്. ഇതിലെ ബേസ്മെന്റിൽ ഒരൊറ്റ സീൻ മതി ശരിക്കും പേടിക്കാൻ. ഈ ക്ലാസിക് മാസ്റ്റർ പീസും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. UA 16+ ആണ്. ഇന്ത്യൻ ഭാഷകളിലൊന്നും ഡബിംഗ് ഒന്നുമില്ല. ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഈ ലിസ്റ്റിൽ വന്ന കുറച്ച് സിനിമകൾ ഞാൻ മുമ്പ് പല ലിസ്റ്റുകളിലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ എത്ര നാൾ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. സോ ഇതെല്ലാം കണ്ടവരാണെങ്കിൽ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിനിമ ഏതാണെന്നും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം. ശരി, എന്നാ.